ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിലവിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക്, സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏറെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ അയർകുന്നത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഇവിടെ 20 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ എനിക്കൊരു വീടുണ്ട്. ഇതിന് മുകളിൽ ഒരു നില കൂടി പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലാൻ വിശദമായി പരിശോധിച്ച ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ദയവായി പറഞ്ഞു തരണം. കൂടാതെ നിലവിലെ വീടിൻ്റെ വാസ്തുവും കൃത്യമായി പരിശോധിച്ച് ഒരു മറുപടി തരണം. എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൃത്യമായി പറയണം. പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ, സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിൽ വരച്ചിരിക്കുന്ന മുകൾ നിലയുടെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആക്കി മാറ്റിയ. കാരണം വെച്ചാൽ ഇവർ നിലവിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവരൊരു ഓപ്പൺ സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെ അത് ഫുള്ളാക്കി എടുത്ത ശേഷം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇതുപോലെ നമുക്കൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ആക്കുകയാണെങ്കിൽ അതുപോലെ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. വാസ്തുവിൻ്റെ ദോഷങ്ങളൊന്നും ബാധിക്കുകയുമില്ല. അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവരൊരു ഓപ്പൺ ടെറസാക്കി തന്നെ എടുക്കുക. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്ത് നമുക്ക് വെയിറ്റ് വരാതിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് മാക്സിമം വെയിറ്റ് ഉള്ളത് നമുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ വീടൊക്കെ മുകൾ നില പണിയുമ്പോൾ വീടിൻ്റെ മുകളിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മളൊരു നിലയൂടെയൊക്കെ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇവർ ഓർക്കുക. അതുപോലെ ഇതിൻ്റെ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ യമസൂത്രങ്ങളും ബ്രഹ്മസൂത്രവും ഒന്നും മുറിയാതെ വേണം അത് പ്ലാൻ ചെയ്യുവാനായിട്ട്. അതുപോലെ മുകൾ നിലയുടെ മുറിയുടെ സൈസ് ഇവർ ക്രമീകരിക്കുമ്പം നിലവിൽ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന പ്ലാനിൽ 30 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാല്യത്തിലേക്ക് വരും. നമുക്ക് മിനിമം ഒരു 20 കോറെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നാമത് സൈസ് ഒരുപാട് ചെറുതാവും. അപ്പോൾ ഈ ഒരു 30 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തിട്ട് അത് ബാല്യത്തിലേക്കാക്കി മാറ്റിയെടുക്കുക. അതുപോലെ പഴയ വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഒരു കോൽക്കണക്ക് കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലേക്ക് അത് വരും. കാരണം നിലവിൽ നിൽക്കുന്ന ദോഷമായിട്ടുള്ളൊരു അളവിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ മുകൾ നില ഇവർ പണിയുന്ന സമയത്ത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നീളം സിറ്റ് ഔട്ടൊക്കെ എടുത്ത ശേഷം ഇതിൻ്റെ ചുറ്റളവ് ഇവർക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കോൽക്കണക്ക് കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അത് 79 കോൽ വരും. പൂരം നക്ഷത്രമാണ്. ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറിക്കിട്ടും. അതുപോലെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗേറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ശരിക്കും പടിഞ്ഞാറോട് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മധ്യം വിട്ടിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവർക്ക് ഗേറ്റ് സ്ഥാപിക്കാം. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ തള്ളി നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ ഇവർ തള്ളി എടുത്ത് കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് കോർണർ ഇവർക്ക് മിസ്സിംഗ് ആയിട്ട് പോകും. കനിമൂല മുറിഞ്ഞു പോകുന്ന അവസ്ഥ വരും. അതുപോലെ നമുക്ക് വിവാഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് കട്ടായി പോകും. അപ്പോൾ ഇവരൊരു കാര്യം ചെയ്യുക, ഈ തള്ളി നിൽക്കുന്ന ഈ ഒരു വർക്ക് ഏരിയ ഇവർ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റി വീടിനകത്ത് തന്നെ വർക്ക് ഏരിയ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പം ഈ നിലവിൽ ഇവർക്ക് കന്നിമൂലയിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് കംപ്ലൈൻറ്റ് വന്നാൽ സ്ത്രീകൾക്ക് നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതല്ല ശ്വാസമുട്ടൽ പോലത്തെ അസുഖങ്ങളും അതുപോലെ കാലുവേദനയും മുട്ടുവേദനയും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശരിക്കും ഈ ഒരു വർക്ക് ഏരിയ ഇവർ കൂട്ടി തള്ളിയെടുത്തുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നിലവിൽ ഇവർ ഇത് കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം വീടിനകത്താക്കി തന്നെ വർക്ക് ഏരിയ പ്ലാൻ ചെയ്യുക. അപ്പോൾ കന്നിമൂല ഭാഗത്തുള്ള കംപ്ലൈൻറ്റ് പൂർണ്ണമായി മാറിക്കിട്ടും. വീടിൻ്റെ മുകളിൽ നില ചെയ്യുമ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നും ഇതിനകത്ത് വരത്തുമില്ല. താമസിച്ച് കഴിയുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ മുൻ അധ്യായങ്ങളിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പടരുന്ന ചെടികൾ അപ്പുറത്തെ പറമ്പിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ആണ് ഒരു ചെടി ചാഞ്ഞു കിടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വള്ളി പടർന്ന് കയറിയിരിക്കുന്നതെങ്കിലോ നമ്മൾ തിരിച്ച് ഇവിടെ നിന്നൊന്നും പടർത്താൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഒരു ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ ഷെയ്ഡിലോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു പടരുന്ന ചെടികൾ, അത് മുല്ലയാണെങ്കിലോ എന്താണെങ്കിലും നമ്മൾ അതിലോട്ട് പടർത്താതിരിക്കുക. നമുക്ക് അങ്ങനെ പടർത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ പടർത്താം. നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പം അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണ് എന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് മണി പ്ലാന്റ് നമുക്ക് വീട്ടിൽ വെക്കാം. പക്ഷേ മണി പ്ലാന്റ് വെക്കുമ്പോൾ അതിങ്ങനെ പടത്തിക്കൊണ്ട് പോകരുത്. പടർത്താൻ പാടില്ല. അതെപ്പോഴും ഷാർപ്പ് മുകളിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ തന്നെ വെക്കുക. ഈ പടർന്നു കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഫെങ്ഷുയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ വീടിൻ്റെ വെളിയിൽ നമ്മൾ മണി പ്ലാന്റ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പടർത്തുന്ന ചെടികൾ വെക്കുമ്പോഴോ അത് കൃത്യമായിട്ടുള്ള സ്ഥാനം പാലിച്ചാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം മണി പ്ലാന്റൊക്കെ വെക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് മണി പ്ലാന്റ് വെക്കാം. അപ്പോൾ ചില ഏരിയ നമുക്ക് മണി പ്ലാന്റ് വെക്കാൻ കൊള്ളില്ല. ഒരു കാരണവശാലും ബെഡ്റൂമിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കാറില്ല. അഥവാ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ആയിരിക്കും.
പക്ഷേ ബെഡ്റൂമിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ രാത്രി ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടുന്നതുകൊണ്ട് ഉറക്കം ശരിയാവണമെന്നില്ല, ചിലപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് വരാം. അപ്പം ഒരു കാരണവശാലും ബെഡ്റൂമിൽ ഒഴിച്ച് നിങ്ങൾ എവിടെ വേണമെങ്കിലും വെച്ചോ. പക്ഷേ ഇൻഡോർ പ്ലാന്റ് നമ്മൾ വാസ്തുപ്രകാരം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ദിശയിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടാറുള്ളൂ. അതുപോലെ ചില ആൾക്കാർ ഇപ്പം അക്വേറിയമൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അക്വേറിയം വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ഫിഷിനെയൊക്കെ ഇട്ടിട്ട് ഇൻഡോർ പ്ലാന്റുകൾ അതിനകത്ത് ഇടാറുണ്ട്, ഒറിജിനൽ പ്ലാന്റ്. പക്ഷേ അക്വേറിയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശങ്ങൾ മാത്രം കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചില വാസ്തുപ്രകാരം നമ്മൾ ചെയ്യുവാണെങ്കിൽ പ്ലാന്റ് അതിനകത്ത് വന്നു കഴിയുമ്പോൾ അത് വാട്ടറിനെ നശിപ്പിക്കുന്ന സാധനമാണ് പ്ലാന്റ്. കാരണം വാട്ടറിനെ വലിച്ചെടുക്കുന്നത് നശിപ്പിക്കുകയാണ്. അപ്പം അത് ഏത് ഭാഗത്തിരിക്കുന്നു, നമ്മുടെ ഫൈനാൻസിൻ്റെ ഭാഗത്തിന് ഫൈനാൻസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ അക്വേറിയം അങ്ങനെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഫൈനാൻസിന് ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക. അതുപോലെ അക്വേറിയം വെക്കുമ്പോൾ അക്വേറിയം മാത്രമായിട്ട് വെക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ അതിനകത്ത് ഫിഷിനെ വളർത്തും, പക്ഷേ അതിനകത്ത് ഇൻഡോർ പ്ലാന്റുകൾ പാടില്ല. ഇൻഡോർ പ്ലാന്റ് കൊടുക്കുമ്പം അത് വാസ്തു ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ആൾക്കാരെ കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള ദിശയിൽ അത് പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ടുള്ള ഗുണഫലങ്ങൾ പെട്ടെന്ന് കിട്ടും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കായി വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെ സമീപിക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെയായി ഞങ്ങൾക്ക് എഴുതുക. എഴുതിയിറക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.